ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും 4ാം ക്ലാസ്സിലെ പരിസര പഠനം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. യൂണിറ്റ് 6 അപ്പ് അബൌവ് ദ സ്കൈ, നിലാവിനോട് എന്ന 6ാമത്തെ യൂണിറ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്നും ഞങ്ങളുടെ മാനത്തൂടെ മിന്നും താരകമോടത്തങ്ങനെ സന്ധ്യമയങ്ങും നേരത്തിങ്ങനെ ചന്ദ്രിക തൂകാൻ വന്നൂടെ. എന്തൊക്കെ കാഴ്ചകളാണ് മാളു ആകാശത്ത് കാണുന്നത്? നിലാവ്. ഹായ്, എന്തു രസം! പൂർണ്ണചന്ദ്രനും എണ്ണിയാലൊടുങ്ങാത്ത നക്ഷത്രങ്ങളും ആകാശത്തെ മനോഹര കാഴ്ചകൾ. കൂട്ടുകാരെ, ആകാശ കാഴ്ചകൾ നിങ്ങളും കണ്ടിട്ടില്ലേ? അച്ഛാ, നിലാവിനെന്താ വെയില് പോലെ ചൂടില്ലാത്തത്? മാളു ചോദിച്ചു. സൂര്യൻ സ്വയം പ്രകാശിക്കുന്ന ഒരു നക്ഷത്രമാണ്. എന്നാൽ ചന്ദ്രന് സ്വയം പ്രകാശിക്കാനുള്ള കഴിവില്ല. ചന്ദ്രൻ തന്നിൽ പതിക്കുന്ന സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്, അച്ഛൻ പറഞ്ഞു. Moonlight, wow, so interesting. Countless twinkling stars and the moon in all its glory. Friends, haven't you seen such marvelous things in the sky? Why is the moonlight not hot, Father? Malu asked. The sun is a star that gives out heat and light of its own. But the moon can't do that. It only reflects the sunlight that falls on it, Father said. നക്ഷത്രങ്ങൾ. ജ്വലിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. സൂര്യൻ ഒരു നക്ഷത്രമാണ്. ഗ്രഹവും ഉപഗ്രഹവും. ഒരു നിശ്ചിത പാതയിലൂടെ സൂര്യനെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളെ ഗ്രഹങ്ങൾ എന്ന് പറയുന്നു. ഭൂമി ഒരു ഗ്രഹമാണ്. ഗ്രഹങ്ങളെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളെ ഉപഗ്രഹങ്ങൾ എന്നും പറയുന്നു. ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ. സ്റ്റാർസ്. Stars are heavenly bodies that shine in the sky. The sun is a star. Planet and satellite. Planets are heavenly bodies in the sky that revolve around the sun along a definite path. The earth is a planet. Satellites are heavenly bodies that revolve around planets. The moon is the satellite of the earth. ഭൂമി സ്വയം കറങ്ങുന്നുണ്ടെന്നും ഭൂമിയിൽ സൂര്യപ്രകാശം പതിക്കുന്ന ഭാഗത്ത് പകലും മറുഭാഗത്ത് രാത്രിയും അനുഭവപ്പെടുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ. ഭൂമി സ്വയം കറങ്ങുന്നതിനെ ഭ്രമണം എന്ന് പറയുന്നു. ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 24 മണിക്കൂർ വേണം. ഇതാണ് ഒരു ദിവസം. ഭൂമി സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നുമുണ്ട്. ഒരു തവണ സൂര്യനെ ചുറ്റി സഞ്ചരിക്കാൻ ഭൂമിക്ക് 365 ദിവസം വേണം. ഇതാണ് ഒരു വർഷം. ഭൂമി സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നതിനെ പരിക്രമണം എന്ന് പറയുന്നു. You know that the earth rotates on its axis and the part of the earth on which sunlight falls experiences day and the other part experiences night. The spinning of the earth on its own axis is called rotation. It takes 24 hours for the earth to complete on rotation. This is one day. The earth also revolves around the sun. In addition to its rotation, the movement of the earth around the sun is called revolution. The earth takes 365.5 days to move around the sun once. This is 1 year. You can now demonstrate in your class with your friends the rotation and the revolution of the earth and the moon. Notice the position of the sun, the earth and the moon when they come in a straight line. ഇപ്പോൾ ഭൂമിയുടെയും ചന്ദ്രൻ്റെയും പരിക്രമണം, ഭ്രമണം എന്നിവ എങ്ങനെയാണെന്ന് കൂട്ടുകാരൊത്ത് ക്ലാസ്സിൽ അഭിനയിച്ച് കാണിക്കൂ. അഭിനയത്തിനിടെ സൂര്യൻ, ഭൂമി, ചന്ദ്രൻ എന്നിവ ഏതൊക്കെ സ്ഥാനക്രമത്തിൽ നേർരേഖയിൽ വരുന്നുവെന്ന് ശ്രദ്ധിക്കൂ. What does Malu tell to the moon? അമ്പിളിമാമനോട് മാളു എന്താണ് പറയുന്നത്? മിന്നിത്തിളങ്ങുന്ന നക്ഷത്രത്തോടൊപ്പം എന്നും നിലാവ് തരാൻ അമ്പിളിമാമനും വന്നൂടെ എന്നാണ് മാളു പറയുന്നത്. അടുത്ത പ്രവർത്തനം, ഇന്ന് മുതൽ നിങ്ങൾ ചന്ദ്രനെ നിരീക്ഷിക്കുക. എന്നിട്ട് ഓരോ ദിവസം അപ്പം നിങ്ങൾ ഡേറ്റ് എഴുതുക, ചന്ദ്രൻ്റെ ആകൃതി, ഷേപ്പ് ഓഫ് ദി മൂൺ, പിന്നെ ചന്ദ്രൻ്റെ ചിത്രം, പിന്നെ നിങ്ങളുടെ നിരീക്ഷണം, ഒബ്സർവേഷനും. അപ്പോൾ നമ്മൾ ഓരോ ദിവസം ചന്ദ്രനെ നോക്കുമ്പോൾ കാണുന്ന ചില ഫുൾ മൂണാവും,
അല്ലെങ്കിൽ വാനിങ് ഗിബസ് അല്ലെങ്കിൽ തേർഡ് ക്വാർട്ടർ, വാനിങ് ക്രസൻറ്റ്, പിന്നെ വാക്സിങ് ക്രസൻറ്റ്, ഫസ്റ്റ് ക്വാർട്ടർ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കാണുന്ന രൂപങ്ങളുടെ പേരുകൾ എഴുതണം. ഇനി ചന്ദ്രനെ കുറിച്ചൊരു കുറിപ്പ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹമാണ്. ഇത് ഭൂമിയെ ചുറ്റുന്നു. അതിന്റെ ചലനം കാരണം ചിലപ്പോൾ ചന്ദ്രൻ ചന്ദ്രകലയുടെ ആകൃതിയിലും ചിലപ്പോൾ അർദ്ധചന്ദ്രനായും ചിലപ്പോൾ പൂർണ്ണചന്ദ്രനായും കാണപ്പെടുന്നു. മറ്റു ചില ഗ്രഹങ്ങൾക്കും അവയുടെ ഉപഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഗ്രഹങ്ങള്? മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ഇനി ഓരോ ഗ്രഹങ്ങളുടെയും ഉപഗ്രഹങ്ങൾ നോക്കാം. ബുധന് ഉപഗ്രഹങ്ങളില്ല, ശുക്രനും ഉപഗ്രഹങ്ങളില്ല. ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ. ചൊവ്വയുടെ ഫോബോസ്, ഡീമോസ്. വ്യാഴം ഗാനിമേഡ്, യൂറോപ്പ, കാലിസ്റ്റോ, അയോ. ശനിയുടെ ഉപഗ്രഹങ്ങൾ ടൈറ്റാൻ, എൻസിലാഡാസ്. യുറാനസിൻ്റേത് മിറാൻഡെ, ടൈറ്റാനിയ, ആബ്രിയൽ, ഏരിയൽ, ഒബിറോൺ. നെപ്റ്റ്യൂണിൻ്റേത് ട്രിറ്റോൺ. പ്ലാനറ്റ്സ് ആൻഡ് സാറ്റലൈറ്റ്സ്. മെർക്കുറി ആൻഡ് വീനസ്, നോ സാറ്റലൈറ്റ്സ്. എർത്ത്, മൂണ്. മാർസ്, ഫോബോസ്, ഡീമോസ്. ജൂപ്പിറ്റർ, യൂറോപ്പ, ഗാനിമേഡ്, കാലിസ്റ്റോ, ലോ. സാറ്റേൺ, ടൈറ്റാൻ, മൈമാസ്, ടെത്തീസ്. യുറാനസ്, ഒബിറോൺ, ടൈറ്റാനിയ. നെപ്റ്റ്യൂൺ, ട്രിറ്റോൺ, നെറീഡ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും പ്രവർത്തനങ്ങളാണ് തന്നിട്ടുള്ളത്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്